നമസ്കാരം. മലയാളിയെ സ്വയം നോക്കി ചിരിക്കാൻ പഠിപ്പിച്ച ആ കണ്ണാടി ഉടഞ്ഞിരിക്കുന്നു. തൻ്റെ ഉടലിലെ ഓരോ കോശത്തെയും ഹാസ്യമാക്കി മാറ്റിയ, തൻ്റെ പോരായ്മകളെപ്പോലും കലയാക്കി മാറ്റിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ശ്രീ ഇനി ഓർമ്മ. തമാശകളുടെ വെടിക്കെട്ടുകൾക്കിടയിലും മാരകമായ സത്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച ആ പേനത്തുമ്പ് ഇനി ചലിക്കില്ല. ശ്രീനിവാസൻ എന്ന പേര് മലയാള സിനിമയിൽ വെറുമൊരു പേരല്ല, അതൊരു പാഠപുസ്തകമാണ്. ഗൾഫുകാരൻ്റെ സങ്കടങ്ങൾ വരവേൽപ്പിലൂടെയും തൊഴിൽ രഹിതരായ സാധാരണ ചെറുപ്പക്കാരുടെ പോരാട്ടങ്ങൾ നാടോടിക്കാറ്റിലൂടെയും പറയുമ്പോൾ അതിൽ വെറും ചിരിയല്ല, പച്ചയായ ജീവിതം ഉണ്ടായിരുന്നു. ചിന്താവിഷ്ടയായ ശ്യാമളയിലൂടെ കപട ആത്മീയതയെയും കുടുംബ ബന്ധങ്ങളെയും അദ്ദേഹം കീറിമുറിച്ചു. നമ്മൾ കണ്ട എത്രയെത്ര മുഖങ്ങൾ. സന്ദേശത്തിലെ പ്രഭാകരനിലൂടെ നമ്മുടെ രാഷ്ട്രീയ ബോധത്തെ വിമർശിച്ച അദ്ദേഹം ഗൾഫ് ജീവിതം സ്വപ്നം കണ്ട ദാസനും വിജയനുമായി നമുക്കിടയിൽ നടന്നു. മഴയത്തും മുൻപേയിലെ കോളേജ് അധ്യാപകനായും ഉദയനാണ് താരത്തിലെ സൂപ്പർ സ്റ്റാർ സരോജ് കുമാറായും അറബിക് കഥയിലെ ക്യൂബ മുകുന്ദനായും അദ്ദേഹം പകർന്നാടിയ വേഷങ്ങൾ മലയാളിക്ക് മറക്കാനാവില്ല. മണിമുഴക്കത്തിലെ വയറൻ മൈക്കിൾ, യവനികയിലെ ചെല്ലപ്പൻ, മേളയിലെ ബാലൻ, പഞ്ചവടിപ്പാലത്തിലെ യാചകൻ, ചിദംബരത്തിലെ മുനിയാണ്ടി, ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് മുത്താരംകുന്ന് POയിലെ ദേവാനന്ദ്, സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിലെ SI രാജേന്ദ്രൻ, നാടോടിക്കാറ്റിലെ വിജയൻ, മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നുവിലെ വിശ്വനാഥൻ, ചിത്രത്തിലെ ഭാസ്കരൻ നമ്പ്യാർ, പിന്നെ തലയണ മന്ത്രത്തിലെ സുകുമാരനും ചമ്പക്കുളം തച്ചനിലെ ഭാർഗവനും ഒക്കെ ശ്രീനിവാസനിലൂടെ പ്രേക്ഷക ഹൃദയം കവർന്നത്. പാവം പാവം രാജകുമാരിലെ ഗോപാലകൃഷ്ണനും വടക്ക് നോക്കി യന്ത്രത്തിലെ തളത്തിൽ ദിനേശനും ഇന്നും മലയാളി മനസ്സിൻ്റെ പ്രശ്നങ്ങളാണ്. സാധാരണക്കാരൻ്റെ രാഷ്ട്രീയവും മധ്യവർഗക്കാരൻ്റെ അരക്ഷിതാവസ്ഥയും ഇത്രമേൽ സത്യസന്ധമായി തിരക്കഥയിൽ ആവാഹിച്ച മറ്റൊരെഴുത്തുകാരനുണ്ടോ എന്നത് സംശയമാണ്. കറുത്ത ഹാസ്യത്തിലൂടെ ലോകോത്തര നിലവാരമുള്ള സിനിമകൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു. വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുകയും അതേ വാക്കുകൾ കൊണ്ട് തന്നെ ചിരിപ്പിക്കുകയും ചെയ്ത വിസ്മയമാണ് ശ്രീനിവാസൻ. ശ്രീനിവാസൻ എന്ന അതുല്യ പ്രതിഭ കടന്നു പോകുമ്പോൾ ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത് ആ കലാകാരൻ്റെ മലയാള സിനിമയിലെ പ്രസക്തിയാണ്. ശ്രീനിവാസൻ സിനിമകൾ മലയാളികളുടെ സാമൂഹ്യ ജീവിതത്തിൽ എന്ത് സംഭാവന ചെയ്തു എന്നതിനെക്കുറിച്ചാണ് ചർച്ച. മരിക്കാത്ത നൂറുകണക്കിന് കഥാപാത്രങ്ങളെ ബാക്കി വെച്ച് അദ്ദേഹം മടങ്ങുമ്പോൾ മലയാള സിനിമയുടെ ഒരു വലിയ അധ്യായമാണ് പൂർത്തിയാകുന്നത്.